നന്ദി മനോജ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1811 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 48 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണ് ഇന്നുള്ളത്. സാറിൽ നിന്ന് വളരെയധികം നല്ല ക്ലാസ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് IFPHന്റെ ഭാരവാഹികൾക്കും മോഡറേറ്റേഴ്സിനും എല്ലാവർക്കും എനിക്ക് അവസരം തന്ന എല്ലാവർക്കും എൻ്റെ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ഇന്നും ഉദ്ദേശിക്കുന്ന ഒരു 2-3 കേസുകൾ പറയാനായിട്ടാണ്. കാരണം ഞാൻ നേരത്തെ കേസ് ടേക്കിങ്ങിനെ കുറിച്ചും അതുപോലെ റെപ്പർട്ടൈസേഷനെ കുറിച്ചും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോൾ ഒരു കേസ് അനാലിസിസ് ആൻഡ് എവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടോട്ടാലിറ്റി മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു 2-3 കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതുകൊണ്ട് കേൾക്കാമോ? കേൾക്കാം സാറേ. അന്നേരം ഒന്നാമത്തെ കേസ് ഇത് ഒരു പരിധിവരെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 7 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ലൊക്കേഷൻ, ഓൺസെറ്റ്, ഡ്യൂറേഷൻ, പ്രോഗ്രസ് എല്ലാം. ഗാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ 6 മാസമായിട്ടും പ്രശ്നം, വിശപ്പില്ല, വോമിറ്റിംഗ് ആണ്, സെൻസേഷൻ ആൻഡ് പതോളജി, നോ ആപ്പിറ്റൈറ്റ്, വിശപ്പില്ല, ഛർദി, മൊഡാലിറ്റീസ് ആൻഡ് എയിൽമെൻറ്റ്സ് ഫ്രം. അതിൻ്റെ പ്രധാനപ്പെട്ട മൊഡാലിറ്റി, ഇതിന് സ്കൂളിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. സ്കൂളിൽ പോകാത്ത ദിവസം അത്രയും പ്രശ്നമില്ല. അതിൻ്റെ കോൺകോമിറ്റൻ്റ് ആയിട്ട് വരുന്നത് സ്കൂളിൽ പോകത്തേ കഴിയുന്നത് സ്കൂളിൽ പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ നോക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കേസ് ഒരു കുട്ടിയുടെ ട്രീറ്റ് ചെയ്ത് ഓർമ്മ വരുന്നത്. അതായത് അതിന് 1ാം ക്ലാസ്സിലാണ്, അത് 6 വയസ്സേ ആയുള്ളൂ. 6 വയസ്സിൽ 1ാം ക്ലാസ്സിലൊരു ഫീമെയിൽ ചൈൽഡാണ്. അതിനെ ഫസ്റ്റ് ദിവസം അമ്മ വെളിയിലാണ് ജോലി ചെയ്യുന്നത്, അച്ഛനും വെളിയിലാണ്, വല്യച്ഛനും വല്യമ്മയാണ് നോക്കുന്നത്. അന്നേരം അതിന് സ്കൂളിൽ ആദ്യത്തെ ദിവസം പോയി, 2ാമത്തെ ദിവസം പോയി, വലിയ കുഴപ്പമില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചത്തേനും പോയില്ല. പോകാതായി കഴിഞ്ഞപ്പോഴത്തേനും അതിന് പിന്നെ പോകാൻ മടി. പിന്നെ അതിന് എല്ലാം പോകാനായിട്ടെല്ലാം ഒരുങ്ങി എല്ലാം കഴിയുമ്പം അത് ഇതിലേക്ക് ഓടിപ്പോവും, വീട്ടിൽ നിന്ന് ഓടിപ്പോവും. അടുത്ത പറമ്പ് വേറെ ആരുണ്ട്, അവിടെ എല്ലാം കാടുണ്ട്, ആ കാട്ടോട്ട് പോകും, അല്ലെങ്കിൽ ടെറസിലോട്ട് പോകും. പിന്നെ ഇതുപോലെ ചാടുവോ വേണ്ട അബദ്ധം കാണിക്കുമെന്ന് വിചാരിച്ച വല്യപ്പനും വല്യമ്മയും നിർബന്ധിക്കാറില്ല. അവസാനം എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ ആദ്യം എടുത്തത് ഇത് കാരണം ഈ കുഞ്ഞു സ്കൂളിൽ പോകാത്തതിൻ്റെ പ്രധാന കാരണം ടീച്ചർ പറഞ്ഞു, ഒരു ദിവസം ചെല്ലാതിരുന്ന് പറഞ്ഞു, ഫോണി വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചു. കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരിക, നീ വന്നില്ലെങ്കിൽ എന്നെ പിടിച്ചു കെട്ടി ഞങ്ങളുടെ വാനിൻ്റെ ഇട്ട് നിങ്ങളിങ്ങ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങ് മേടിച്ചു പോയി. ഏതായാലും അതിന് പലതരത്തിലുള്ള മെഡിസിൻസ് 1, 2, 3 തരത്തിലുള്ള മെഡിസിൻ കൊടുത്തിട്ടെങ്ങും ആക്ട് ചെയ്തില്ല. അവസാനം ഫിയർ വെച്ചിട്ട് അക്കണൈറ്റ് കൊടുത്തപ്പോൾ കംപ്ലീറ്റ് പറഞ്ഞു. അക്കണൈറ്റ് 0/3 വ്യൂ ഡോസസ് കൊടുത്തപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം കിട്ടാറുണ്ട്. കാരണം ഒന്ന് അഡിക്ഷനാണ്. ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ,
അങ്ങനെയൊക്കെയുള്ള പിന്നെ അല്ലാതുള്ള അഡിക്ഷൻസ് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ കേസുകളാണ്. പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയാല പഠിക്കത്തില്ല. ലേണിംഗ് ഡിസബിലിറ്റി ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞു വന്നപ്പം ഓർത്തപ്പം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിന്റെ പാസ്റ്റ് ഹിസ്റ്ററി വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, വേറെ അതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. മൈൽ സ്റ്റോൺസ് എല്ലാം നോർമലാണ്. ഫാമിലി ഹിസ്റ്ററി, അമ്മയ്ക്ക് എക്സിമ ഡെർമറ്റൈറ്റിസ് ഉണ്ടായിട്ടുണ്ട്. പേഷ്യന്റ് ആസ് എ പേഴ്സൺ ഫിസിക്കൽസ് മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ പറഞ്ഞോണോ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കറക്റ്റാ സാറേ, ആണോ? കൂടുന്നില്ല. ഞാൻ ചിലപ്പോ ഒക്കെ പറഞ്ഞു പോയാൽ എളുപ്പം അങ്ങ് പറഞ്ഞങ്ങ് പോകും. എല്ലാവർക്കും മനസ്സിലാകണ്ടേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫിസിക്കൽ തെർമൽ റിയാക്ഷൻ ആംബി തെർമല, ചൂട് കൂടുതൽ പറ്റിയല്ല, തണുപ്പും കൂടുതൽ പറ്റിയല്ല. ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ഡിസേഴ്സ് മധുരത്തോട് ഇഷ്ടമാണ്, പാൽ ഇഷ്ടമാണ്, ഐസ്ക്രീം ഇഷ്ടമാണ്, ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. സ്വെറ്റിങ് തലയിലും നെക്കിലും എല്ലാം ഓവർ സ്വെറ്റിംഗ് ആണ്. മാനസികമായിട്ടുള്ള സിംറ്റംസ് നാണമാണ്, ടിമിഡാണ്, കോൺഷ്യസ്നെസ് ഈ വലിയൊരു പരിഭ്രമമാണ്, സബ്മിസീവാണ്, ക്ലിങ്ങിങ്, അമ്മയെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് എപ്പോഴും അമ്മ വേണം അമ്മ വേണം അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ താരി പിടിച്ച് പുറകെ അമ്മ എങ്ങോട്ടേലും ഒന്ന് ടോയ്ലറ്റിൽ വരെ പോയാൽ അമ്മയെന്നും പറഞ്ഞുകൊണ്ടും പുറകെ ചെല്ലും. ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ, താഴേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അപ്പം ഇതൊക്കെയാണ് മെന്റൽ സിംറ്റംസ്. ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ, വെയിറ്റ് 13 kg, ത്രോട്ടിൽ നത്തിങ് പർട്ടിക്കുലർ, ടങ് ക്ലീൻ ആണ്. സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ, അബ്ഡമനിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും അധികം കൂടുതൽ നോക്കിയില്ല. ഡയഗ്നോസിസ് ആൻസൈറ്റിയാണ്, പരിഭ്രമം. മിയാസം, സൈക്കോസിസ്, ഫണ്ടമെന്റൽ ഡിസോർഡറാണ്. ബോഡി ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സാറേ. ബോഡി ലാംഗ്വേജ് എപ്പോഴും ഇങ്ങനെ ക്ലിങ് ചെയ്ത് അമ്മയുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കും. സാരി തുമ്പി പിടിച്ച് കീഴെ കയറി ഇങ്ങനെ. മോസ്റ്റ് ടു ബി ക്യാരി, എപ്പോഴും എടുക്കണമെന്ന് തോന്നുന്നു. എന്നാൽ അമ്മ എൻ്റെ വല്യമ്മ വീട്ടിൽ ആരെങ്കിലും ഉള്ളവർ എടുത്താൽ വളരെ താല്പര്യമാണ്. ഫിയർ ഓഫ് ഗോയിങ് ഡൗൺ സ്റ്റേഴ്സ്, എന്നാൽ മുകളിലോട്ട് പോകാൻ പേടിയില്ല, താഴോട്ട് വരാൻ ഭയങ്കര പേടിയാണ്. സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. കയ്യെ പിടിക്കണം അല്ലെങ്കിൽ എടുക്കണം. നമ്മൾ റൂബ്രിക്ക് സെലക്ട് ചെയ്തത് മൈൻഡിലെ ടിമിഡിറ്റി, അതായത് നാണം, കോൺഷ്യസ്നെസ് അബൌട്ട് ട്രിബിൾസ്, മൈൽഡ്നെസ്, ലിങ്കിങ് ടു പേഴ്സൺ, അമ്മ ഇങ്ങനെ എപ്പോഴും പിടിച്ചോണ്ടിരിക്കുക. ഫിയർ ഡൗൺവേർഡ്സ് മോഷൻ, താഴോട്ട് വന്നിട്ടുള്ള പേടി. ഡിസയർ സ്വീറ്റ് മിൽക്ക്, ഐസ്, ഫ്രൂട്ട്, മധുരം, പാല്, പഴം മുതലായവ. അത് റെപ്പർട്ടൈസേഷൻ ആദ്യം ചെയ്തില്ല. ആദ്യം ഞാൻ റെയർ, ഹനുമാൻ പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് ഞാൻ ഓർക്കുന്നില്ല. റെയർ അൺകോമൺ പെക്യൂലിയർ സിംറ്റംസ് വെച്ചിട്ട് ആണ് ഞാനിത് ആദ്യം എന്താണ് പ്രിസ്ക്രൈബ് ടോട്ടാലിറ്റി, നാണം, കോൺഷ്യസ്നെസ് അബൌട്ട് ട്രിബിൾസ്, സബ്മിസീവ്, ക്ലിങ്ങിങ്, എപ്പോഴും ഇങ്ങനെ ചുറ്റിപ്പിറ്റി, ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെയർ അൺകോമൺ പെക്യൂലിയർ PQR സിംറ്റമായിട്ടെടുത്തത്. ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ, അതിന് പ്രധാനപ്പെട്ട മെഡിസിൻ ഞാൻ ഈ പാതക്കിൻ്റെ റെപ്പാർട്ടറി പേജ് നമ്പർ 144 എടുത്തപ്പോൾ ഫോളിങ് ഡൗൺവേർഡ് പ്രധാനപ്പെട്ട മെഡിസിൻ ബോറാക്സും ജൽസിയും. കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പം മെറ്റിയമെഡിക്ക വെച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയപ്പം ബോറാക്സ് ആണ്. അത് തന്നെയല്ല, എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചുകൂടെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ബോറാക്സ് ആണ്. ഫിസിക്കൽ ജനറൽസ്, ഡിസേഴ്സ് മിൽക്ക് ആൻഡ് സ്വീറ്റ്, ആപ്പിറ്റൈറ്റ് റെഡ്യൂസ്ഡ്, ക്ലിങ്ങിങ്, പർട്ടിക്കുലർസ്, വോമിറ്റിംഗ്, അഗ്രവേഷൻ ബൈ ആംഗർ. നമ്മൾ എവിടെയെങ്കിലും ഈ ആൻസൈറ്റി വരുമ്പോൾ ഭയങ്കരമായുള്ള ഛർദിയാണ്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, മെന്റൽ, ഫിസിക്കൽ ഇതെല്ലാം വെച്ച് ബോറാക്സ് ആണ് വന്നത്. അത് സെലക്ട് ചെയ്യാനുള്ള കാര്യം ടിമിഡിറ്റി, നാണം, മൈൽഡ്, ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ,
ക്ലിങ്ങിങ്, എപ്പോഴും അമ്മയെ ചുറ്റിപ്പിച്ച് നിൽക്കുക, താഴോട്ട് പോകാനുള്ള പേടി, ഇതൊക്കെ കൊണ്ടാണ് ബോറാക്സ് സെലക്ട് ചെയ്യുന്നത്. പൊട്ടൻസി സെലക്ഷൻ എന്തുകൊണ്ടാണ്? സസെപ്റ്റബിലിറ്റി ഉള്ളതുകൊണ്ട്, ഹൈ ആയതുകൊണ്ട്, സെൻസിറ്റിവിറ്റി ആയതുകൊണ്ട് ഹൈ പൊട്ടൻസിയാണ്. മിയാസം സോറാണ്. സിമിലാരിറ്റി ഗുഡ്, സപ്രഷൻ നിൽ, ജനറൽ വൈറ്റാലിറ്റി ഗുഡ്, പതോളജി നിൽ. അതുകൊണ്ട് ബോറാക്സ് 0/3 ഇൻ ഫ്രീക്വന്റ് ഡോസസ് കൊടുത്തു. അതായത് ഒരു ഡോസ് വെള്ളത്തിൽ അലിയിച്ചിട്ട് ഓരോ സ്പൂൺ വീതം 3-4 മണിക്കൂർ ഇടവിട്ട് വിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ ഫോളോ ക്രൈറ്റീരിയ: വോമിറ്റിംഗ്, ഛർദി, ടിമിഡിറ്റി, നാണക്കേട്, ആൻസൈറ്റി, അതായത് ഭയം, ലോ ആപ്പിറ്റേറ്റ്, വിശപ്പില്ലായ്മ, സ്കൂൾ അറ്റൻഡൻസ് അത് കുറവാണ് എപ്പോഴും. അന്നേരം ആദ്യം വന്നത് 20/7/2021 ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ബോറാക്സ് 0/3 ആണ്. ഒരു സിംഗിൾ ഡോസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഫ്രീക്വന്റ് ഡോസസ് 2-3 മണിക്കൂർ ഇടയിട്ടിട്ട് ഇങ്ങനെ കൊടുത്തു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പം വന്നു. അന്നേരം വോമിറ്റിങ് കുറഞ്ഞു. അന്നേരം അത് കഴിഞ്ഞ് സാക്ലാക്കേ കൊടുത്തുള്ളൂ. പിന്നെ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞ് വന്നപ്പം പിന്നെയും കുറവുണ്ട്. പക്ഷെ 1/11 പിന്നെ വന്നത്. അന്ന് വന്നപ്പം 1/11/2021 പേടി കുറഞ്ഞു, ക്ലിങ്ങിങ് കുറഞ്ഞു, സ്കൂളിൽ കുറേശ്ശെ പോകാൻ തുടങ്ങി. വീക്കിൽ 2-3 ദിവസം പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ്, സ്കൂളിൽ പോയപ്പോഴാണ് 14/11/21 കുറേ സബോട്ടറി ജലദോഷം പിടിച്ചു. ഭയങ്കര പനി, ആഫ്റ്റർ മിഡ് നൈറ്റ് ആണ്. അപ്പം അന്നേരത്തിൽ ഞാൻ ഒന്നുകൂടെ റെപ്പർട്ടൈസ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ അകത്ത് റെപ്പർട്ടൈസേഷനിൽ വന്നത് റൂബ്രിക്സ് എടുത്തു: മൈൻഡ് ടിമിഡിറ്റി, കോൺഷ്യസ്നെസ് അബൌട്ട് റിബിഡ്സ്, മൈൽഡ്നെസ്, ബ്രിങ്ങിങ് ടു പേഴ്സൺ ടു ഫിയർ, ഡൗൺവേർഡ് മോഷൻ, ഡിസയർ സ്വീറ്റ്സ്, മിൽക്ക്, ഐസ്ക്രീം, ഇത്രയാണ് എടുത്തത്. അതിൻ്റെ അകത്ത് റെപ്പർട്ടറി ടോട്ടാലിറ്റി കിട്ടിയത് 1 ആർസനിക് കാർബ് 11/6. സ്പീഡ് കൂടുന്നുണ്ടോ മാഡം? ഇല്ല. സൾഫർ 11/5, നേട്രമോർ 10/6, ബെറേട്രം ആൻഡ് 10/5, ലൈക്കോപോഡിയം 10/4, റസ്റ്റോക്സ് 10/4, സൈരീഷ്യ 10/4, കാർക്കേറിയ 9/4, ഇഗ്നീഷ്യ 9/4. ഇത്രയാണ് കിട്ടിയത്. ഏതായാലും ഞാനത് എൻ്റെ ടോട്ടാലിറ്റി ഒക്കെ നോക്കി എടുത്തപ്പം ആർസനിക് കാർബ് തന്നെയാണ്. അതുകൊണ്ട് 20/11/2021 ആർസനിക് കാർബ് കൊടുത്തു. 14/11/2021 ആർസനിക് കാർബ്, കൊറൈസ വാട്ടർ, ഹൈ ഫീവർ, ആഫ്റ്റർ മിഡ് നൈറ്റ്. ആർസനിക് കാർബ് 0/6 ആണ് കൊടുത്തത്. അതിൻ്റെ പിന്നെ വന്നു ഒരാഴ്ച, ഒരു 3 ദിവസം കഴിഞ്ഞ് വന്നു. മൂക്കിൽ നിന്ന് വാലിച്ചൊക്കെ കുറെ കുറഞ്ഞു. പിന്നെ വന്ന് 2/12 വന്നു. ഓഹോ, ഇത് കുറഞ്ഞിട്ടുണ്ട്, പൊതുവെ ബെറ്റർ. പിന്നെ വന്നു 4/1/22 വരുന്നത്. ഓവറോൾ ബെറ്റർ. പ്ലാസിബോ ആണ് അന്നേരമൊക്കെ കൊടുത്തിരിക്കുന്നത്. 2/2/22 വന്നു. നോ വോമിറ്റിംഗ്, അറ്റൻഡിങ് സ്കൂൾ റെഗുലർലി വിതൗട്ട് ക്രൈം, മിക്സസ് വിൽ, മറ്റേ ആരോടും വർത്താനമൊന്നും പറയാതെ. ഇപ്പൊ പിള്ളേരോടൊക്കെ കൂട്ടുകാരോടൊക്കെ കൂട്ടി വർത്താനം പറയാൻ തുടങ്ങി കുറേശ്ശെ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് എക്സ് എന്ന ഈ കേസിന് കൊടുത്തിരിക്കുന്നത്. ചുമ്മാ ആളെ അറിയണ്ടാത്തതിന് വേണം. was interested in the sense that her grandfather brought case as her mother refused to carry her even to the physician. വല്യമ്മ കുട്ടിയെ കൊണ്ടുവരാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് വല്യച്ഛനാണ് കൊണ്ടുവന്നത്. വല്യച്ഛനും അമ്മയും കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് വല്യച്ഛനാണ് കൊണ്ടുവന്നത്.
ഈ കൊച്ച് എപ്പോഴും അമ്മയുടെ കൂടെ ഇങ്ങനെ സാരിയെ പിടിച്ച് തൂങ്ങി എൻ്റെ എടുത്തോളം നടക്കണം. ഈ കുക്ക് ചെയ്യുകയാണേലും കൊള്ളാം, ക്ലീൻ ചെയ്യുകയാണേലും എപ്പോഴും കൂട്ടത്തിൽ കാണും. കൂടെ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കും. അതൊരു വലിയ പ്രശ്നം അമ്മയ്ക്ക് സൃഷ്ടിച്ചിരുന്നു. ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈവൻ ടോയ്ലറ്റിൽ പോലും പോകാൻ കുഞ്ഞ് സമ്മതിക്കുകയില്ല. അങ്ങനെ പിടിച്ചോണ്ട് നടക്കും, ഇങ്ങനെ കിടന്ന് കരയും. ദി റിയൽ പ്രോബ്ലം കെയിം വെൻ ഷി റിഫ്യൂസ്ഡ് ടു അറ്റൻഡ് സ്കൂൾ. അതുകൊണ്ടാണ് അവർ വന്നത്. അല്ലെങ്കിൽ വേറെയുള്ള കംപ്ലൈൻ്റ് അല്ല, സ്കൂളിൽ കുട്ടി പോകുന്നില്ല എന്നുള്ള ഒരു ഇത് വെച്ചാണ് കുട്ടിയെ കൊണ്ട് ക്ലിനിക്ക് വന്നു. ഫോർ ദി ഫസ്റ്റ് 2 or 3 days ഷി കെപ്റ്റ് ക്രൈങ് കോൺസ്റ്റന്റ്ലി. ആദ്യം സ്കൂളിൽ 2-3 ദിവസം പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, ഈ മരുന്ന് കൊടുത്തിട്ട് പോയി. പക്ഷേ ഫൈനലി പേരൻസ് ഗോട്ട് ഡിസ്റ്റിങ്വിഷ്ഡ് ആൻഡ് ഗേവ് അപ്പ് ദി സ്കൂൾ ഫോർ ദി ടൈം ബീങ്. ഇങ്ങനെ പിന്നെ പോകാതായപ്പോഴാണ് കുട്ടിയെ കൂട്ടിച്ചോട്ടും ക്ലിനിക്കിലോട്ട് വന്നത്. ദിസ് ചൈൽഡ് വാസ് ഓവർ പാമ്പേർഡ് as she was the only child born in the family after many years. ഇന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് പേരൻസിന്, അച്ഛനും അമ്മയ്ക്കും കുട്ടികളുണ്ടായിട്ട് ഇല്ലാതിരുന്ന, ഇപ്പം ഉണ്ടായ ഒരു കുട്ടിയായതുകൊണ്ട് അതിനെ കൂടുതൽ താലോലിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്തിരുന്നു. One more point elicited during the interrogation. All child went to the playground, but this child was not compelled by the teachers. Slide down the swing and she was frightened. ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കാൻ പോയപ്പോൾ ഈ കൊച്ചു മാത്രം ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് ആടുക. പക്ഷേ ബോറാക്സ് അടുത്ത പ്രാവശ്യം ബോറാക്സ് 0/6 കൊടുത്തു ലാസ്റ്റ് ഡോസ് ആയിട്ട്. എ സിംഗിൾ ഡോസ് ഹെൽപ്പ് ദി ചൈൽഡ് ഇംപ്രൂവ്. അതാണ് കേസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. എങ്ങനെയാണ് ഡോക്ടറെ വേണ്ടിയ? അന്നേരം വൊമിറ്റിംഗ്, ലാസ്റ്റ് ഇതിൻ്റെ വൊമിറ്റിംഗ് സ്റ്റോപ്പായി, സ്കൂളിൽ റെഗുലർ പോകാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാം, ബോറാക്സ് എന്ന് പറഞ്ഞ ഒരു സോഡിയം ഗ്രൂപ്പ് മെഡിസിനാണ്. അത് എപ്പോഴും ഈ ക്ലിങ്ങിങ്ങിന്, അതായത് അമ്മയുടെ കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ മാരെ പിടിച്ച് എടുക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കൊക്കെ പറ്റാവുന്ന ഒരു നല്ലൊരു മെഡിസിനാണ്. ഇതാണ് ഒന്ന്. അതിൻ്റെ അകത്ത് ബോഡി ലാംഗ്വേജ് എടുത്തിട്ടുണ്ട് പ്രധാനം. ഒന്നാമത്തെ ബോഡി ലാംഗ്വേജ് ബോറാക്സിൻ്റെ ക്ലിങ്ങിങ് ആണ്. ഇങ്ങനെ എപ്പോഴും അമ്മയുടെ കീഴിൽ നിന്ന് കരയാതെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുവാൻ എപ്പോഴും എടുക്കണം. പിന്നെ അതിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് സിംറ്റംസ് എടുത്തത് ഈ താഴോട്ട് പോകുമ്പോൾ ഒരുപാട് കേസ് ഞാൻ ഈയിടെ വേറൊരു കേസ്, ഒരു മെൻ്റൽ കേസ് വന്നു. അത് ചെറുപ്പത്തിലെ ADHD വന്ന കേസാണ്. ഇപ്പം 45 വർഷമുണ്ട്. ഒരു 120 kg ഉണ്ട് ആള്, ആചാരഭാഗമാണ്. ഒരു 175 സെന്റിമീറ്റർ ഹൈറ്റും അതിനൊക്കെ തടി. അയക്ക് ഇതുപോലെയാ. ഈ ഡൗൺവേർഡ് മോഷൻ ഭയങ്കര പേടിയാണ്. ഈ പേടിയായിട്ടുള്ള ഒരു മുഖമൊക്കെയാണ്. അതിന് ഈ ബോറാക്സ് തന്നെ കൊടുത്തപ്പം കംപ്ലീറ്റ് മാറി. ഞാനൊരു 10-15 കേസ് ഈ ബോറാക്സിൻ്റെ ഈ ഒരു സിംറ്റം വെച്ച്, ഡൗൺവേർഡ് മോഷൻ അഗ്രവേഷൻ വെച്ചിട്ട് കൊടുത്തിട്ട്, ഇത് റെയർ അൺകോമൺ പെക്യൂലിയർ സിംറ്റം വെച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്റ്റാർട്സ് ആൻഡ് ത്രോസ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ലേയിങ് ഹിം ഡൗൺ if afraid of the falling. എപ്പോഴും കയ്യെ പിടിച്ചോണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ താഴെ വീഴുമെന്നുള്ള പേടി. Children wake up from deep sleep, suddenly scream, hold the side of the adult without any apparent cause. പിള്ളേരൊക്കെ തൊട്ടിൽ കിടക്കുകയാണെങ്കിൽ അവർ ചാടി എഴുന്നേറ്റിട്ട് ആ സൈഡിൻ്റെ കട്ടിലാണ് എഴുന്നേറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി അല്ലാതെയോ ഉണ്ടെങ്കിൽ അനസൗകര്യത്തിലുണ്ടാകുന്ന സൗണ്ട് കേട്ടാൽ പേടിച്ച് ഞെട്ടി എഴുന്നേറ്റിരിക്കും. ഇതൊക്കെയാണ് ബോറാക്സിൻ്റെ സിംറ്റംസ്. ഇനി അതിൻ്റെ അകത്ത് മെക്സിയാമെഡിക്കകത്ത് പ്രത്യേകം ബോറാക്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് പറയാം.
മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വലുതായ പേടിയും ആദ്യം അനുഭവപ്പെടുന്നു. ഓവണിയിൽ നിന്നും താഴേക്കിറങ്ങുക, വിമാനത്തിൽ നിന്നും താഴേക്കിറങ്ങുക, മലമുകളിൽ നിന്നും താഴേക്കിറങ്ങുക മുതലായവ. കുട്ടിയെ എടുത്തുകൊണ്ട് താഴോട്ടിറങ്ങിയോ കിടത്തുവാനായി താഴുകയോ ചെയ്താൽ ഭയപ്പെട്ടെന്ന് കരയുകയും ചെയ്യുന്നു. മുഖത്തെപ്പോഴും ഭയപ്പെട്ട ഭാവം, നിസ്സാര ശബ്ദം കൊണ്ട് പോലും ഭയപ്പെട്ട് ഞെട്ടുന്നു. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അവരുടെ മനസ്സിന്റെ കീഴ്പോട്ടുള്ള ചലനം ഭയപ്പെടുത്തുന്നു. എല്ലാ രോഗാവസ്ഥയിലും ഇതൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ റെയർ അൺകോമൺ പെക്കൂലിയർ സിംറ്റം. താഴേക്കുള്ള ചലനത്തിൽ വലുതായ ആദി കുട്ടിയെ കട്ടിലോ തൊട്ടിലോ കിടത്തുന്നതിന് ഒരുങ്ങുമ്പോൾ കുട്ടി ആദിയോടുകൂടി കരയുകയും അമ്മയെ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആട്ടുക, നൃത്തം ചെയ്യുക, തൊട്ടിലിൽ കിടത്തി ആട്ടുക, ഓണിപ്പടിയിൽ കൂടി പെട്ടെന്നിറങ്ങുക, കുതിരസവാരി, ഇവ കൊണ്ടെല്ലാം മുൻപറഞ്ഞ മനോഭാവം അനുഭവപ്പെടുന്നതായിരിക്കും. പിന്നെ വേറൊരു മരുന്ന് പറഞ്ഞിരിക്കുന്നത് സാനുക്കളായി. പിന്നെ വേറൊന്ന് ജൽസീമിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വായിക്കുന്നില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെയൊക്കെ കയ്യിൽ മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെങ്കിൽ ഇത് കമ്പയർ ചെയ്തുകൊള്ളാം. അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം വേണോ അവസാനം ചോദിച്ചാൽ മതിയോ ഡോക്ടറെ? സംശയം ആൻഡ്രീസ് ചെയ്തിട്ടില്ല. നമുക്ക് അവസാനം ആയിക്കോട്ടെ. അടുത്ത കേസിലോട്ട് പോവാണേ. ഒരു വലിയ സമയമുണ്ടെന്ന് തോന്നുന്നു, അരമണിക്കൂറുണ്ട്. അന്നൊരു വലിയ കേസ് എടുക്കാം. വലിയ കേസ് വേണോ ചെറിയ കേസ് വേണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാം. 2 കേസുണ്ട്. അരമണിക്കൂറെങ്കിലും എടുക്കും അതെടുക്കാൻ. ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം കേസ് എടുത്തപ്പം ഞാൻ അനാലിസിസ് ആൻഡ് അവാലുവേഷൻ എടുക്കാവുന്ന സമ്മതിച്ചിരുന്നു. റെപ്പർട്ടൈസേഷന്റെ ക്ലാസ്സിന് കേസ് ടേക്കിങ്ങിന് ആദ്യം വേണ്ടത് കേസ് ടേക്കിങ് ശരിയായിരിക്കുക എന്നുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കണം കേസ് ടേക്കിങ്. വളരെ ഡീറ്റെയിൽസ്, ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ ലെവലുള്ള എല്ലാ കേസുകളും. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല ഇല്ല. അടുത്ത 43 വയസ്സുള്ള ഒരു ഫീമെയിൽ ഇസഡ് എന്ന് നമുക്ക് വിളിക്കാം. ലൊക്കേഷൻ, ഓൺസെറ്റ്, ഡ്യൂറേഷൻ, ലംബാർ പെയിൻ, നടുവിന് വേദന, ലെഫ്റ്റ് ചെയ്യുന്നതിൻ്റെ റൈറ്റിലോട്ട് പോവാ വേദന. ഇപ്പൊ തന്നെ ചിലർക്കൊക്കെ ചില ഹിൻഡ് കെട്ടി കാണും ഒറ്റ സിംറ്റംസിൻ്റെ അകത്ത്, ലെഫ്റ്റ് ടു റൈറ്റ്. അതിൻ്റെ അകത്ത് 7 വർഷമായിട്ടുണ്ട് ഇത്. പല ചികിത്സകളും ചെയ്തു, അലോപ്പതി ചെയ്ത്, ആയുർവേദ ചെയ്ത്, പിടിച്ചിലും പിന്നെ പഞ്ചകർമ്മയൊക്കെ ചെയ്ത, എന്നിട്ടെങ്ങും കുറഞ്ഞില്ല. സെൻസേഷണൽ പതോളജി, പെയിൻ, ഡൾ, ഏക്കിംഗ്, ഓർമിക്കേഷൻ, ഒരു സൈസ് നംനെസ് പോലെയുണ്ട്. അത് വല്ലതും ജോലി ചെയ്യുമ്പം കൂടും. പുറകോട്ട് തിരിയോ വളയോ ചെയ്താലും ഒന്നേരം കൂടും. കോൺകോമിറ്റന്റ് സിംറ്റം. ചെറിയ ചെറിയ കാര്യത്തിന് ചിരിച്ചു കളയും. കക്കാന്നൊന്ന് ചിരിക്കും. ചെറിയ ഒരു കാര്യം വന്നാലും ചുമ്മാ അങ്ങ് ചിരിക്കും. മെൻസസ് ഇറഗുലർ ആണ്. പിന്നെ ഹെഡേക്ക് ബിഫോർ മെൻസസ് ഉണ്ട്. അത് കോൺകോമിറ്റന്റ് സിംറ്റം ആണ്. ഹെഡേക്ക് ബിഫോർ മെൻസസ്. പിന്നെ മെൻസ്ട്രൽ കംപ്ലൈന്റ്, അതിന് പ്രൊഫ്യൂസ് വിത്ത് ബ്ലാക്കിഷ് മെൻസസ്, പ്രൊഫ്യൂസ് വിത്ത് ബ്ലാക്കിഷ് പ്രൊട്രാക്റ്റഡ്. പിന്നെ അത് കൂടുതൽ മുന്നോട്ട് കുനിയുമ്പോഴും ഏർലി മോർണിംഗും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ്. പക്ഷെ മെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പൊതുവെ എല്ലാത്തിനും വളരെ സുഖമാണ്. പിന്നെ 1.5 വർഷമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ ഏകദേശം ഒരു 160, 100, 110 വരെ വരും. പാസ്റ്റ് ഹിസ്റ്ററി. ടോൺസിലെക്ടമി 10 ഇയേഴ്സിൽ ടോൺസിലെക്ടമി ചെയ്തിട്ടുണ്ട്. ജോണ്ടിസ് 7 years ago. ഫാമിലി ഹിസ്റ്ററി. പറ്റേണൽ ഗ്രാൻഡ് ഫാദറിന്
TB വന്നിട്ടുണ്ട്, ഡയബറ്റീസ് ഉണ്ട്, സോറിയാസിസ് ഉണ്ട്. ഫാദറിന് BP, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. മദർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അമ്മയ്ക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നിട്ടുണ്ട്. എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് എഴുതാം. പിന്നെ ഫിസിക്കൽ തെർമൽ റിയാക്ഷൻ ഹോട്ട് പേഷ്യൻ്റ് ആണ്. ആസ്പിറേഷൻ തലയിലും വിസർക്കും. ഡിസയർ ഐസ്ക്രീം, മിൽക്ക്, കോഫി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഡിസയറാണ്. ഡ്രീംസ് ഓഫീസിൽ ജോലി ചെയ്യുന്നത് ഡ്രീംസിൽ വരും. ബോഡി ബിൽറ്റ് ഷോർട്ട്, വളരെ അധികം പൊക്കമില്ല, വണ്ണമുണ്ട്. മൂക്കലൊരു മോളുണ്ട്, അതിനെന്താ പറയുന്നത്, മറുക്. മൂക്കലൊരു മറുകുണ്ട്. മെന്റൽസ് ലൊക്കാസിറ്റി, വീഡിയോ തുറന്നു വെച്ചോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിർത്തുക. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, പോയിന്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ കാട് കയറി ഇങ്ങനെ പോകും. നേരെ പതകളിലോട്ട് പറയും. ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതല്ല. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കരയും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇടയ്ക്ക് വളരെ ഹാപ്പിയാണ്. ചെറിയ ചെറിയ കാര്യത്തിന് സില്ലി മാറ്റേഴ്സിന് ചുമ്മാ കക്കാന്ന് ചിരിക്കും. വെയിറ്റ് 69 kg. ബ്ലഡ് പ്രഷർ 160/100 മെർക്കുറി. അത് ചിലപ്പം 110 വരെയൊക്കെ വരും. 170, 110 വരും. സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ. ലംബാർ റീജിയൻ, നമ്മളിങ്ങനെ ഒരു നടുവിന് അമക്കിയാൽ അവിടെ വേദനയെടുക്കും, കൈകൊണ്ട് അമക്കിയ. ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഒന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻസ്, അൾട്രാസോണോഗ്രാഫി, ബൈലാറ്ററൽ ഓവേറിയൻ സിസ്റ്റ്. റൈറ്റിൽ 5 mm, ലെഫ്റ്റിൽ 3 mm ഉണ്ട്. എക്സ്റേ, ലംബാർ സ്പോണ്ടൈലോട്ടിക് ചേഞ്ചസ്. എക്സ്റേയില് ലംബാർ സ്പോണ്ടൈലോസിസ് കാണും. ഡയഗ്നോസിസ്, നോസോളജിക്കൽ ഡയഗ്നോസിസ്, ഹൈപ്പർ ടെൻഷൻ വിത്ത് ലംബാർ സ്പോണ്ടൈലോസിസ് ആൻഡ് ഓവേറിയൻ സിസ്റ്റ്. ഇതാണ് ഡയഗ്നോസിസ്. മിയാസ്മാറ്റിക്, സൈക്കോസിസ്, ഫണ്ടമെന്റൽ, സൈക്കോട്യൂബർക്കുലാർ. ബോഡി ലാംഗ്വേജ്, കോൺസ്റ്റന്റ് മൂവ്മെന്റ് ഓഫ് ഫിംഗേഴ്സ്. ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും ചുമ്മാ. ചെറിയ കാര്യത്തിന് കൂടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് കരയുകയും ചെയ്യും. ലൗഡി മോണി വോയിസ്, വെൽ മോഡുലേറ്റഡ്. ബ്രഷിംഗ് ഓഫ് ഫേസ് ഓൺ എക്സൈറ്റ്മെന്റ്. മീനിങ് ഇച്ചിരി മുമ്പോട്ട് ഇരുന്നാണ് സംസാരിക്കുന്നത്. റൂബറിക്, പെയിൻ ഇൻ ബാക്ക്, lumbar region, aggravation by exertion. Back pain, aggravation, bending backwards. Back pain, aggravation by stooping. Back pain, better by motion. Head pain, aggravation before menses. Menses protracted, menses bloated, menses black. Tumors, ovaries and cysts. Obesity, side right to left. Locacity, ആദ്യം അവർ പറഞ്ഞത് ഇതാണെങ്കിലും പിന്നീട് പറഞ്ഞു റൈറ്റ് ടു ലെഫ്റ്റ് ഇടയ്ക്ക് വരാറുണ്ട്. പ്രിസ്ക്രൈബ് ടോട്ടാലിറ്റി, ലൊക്കാസിറ്റി, ബീപ്പിംഗ്, ചിയർഫുൾ, ലാപ്പിംഗ്, സില്ലി, ലൗഡ്. ഇങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഫിസിക്കൽ ജേർണൽസ്. highly seasoned food like milk, coffee, ice cream. Hot patient, menses are protected, clotted black clots are there. Obesity, hypertension, right to left. Lumbar pain, aggravation by exertion, bending backwards, better by stooping and motion. Headache, aggravation by
headache, aggravation, menses before ovarian cyst. Direction of the remedy. ഇതിന്റെ repertoire totality. Lycopodium 18/9, Parsatula 17/9, Bacchus is 17/7, Platina 15/8, Sulfur 15/8, Belladonna 14/8, Restos 14/7, Graphite is 13/10, Calcarea 13/6, Ammonium 12/3. ഇത്രയാണ് മെഡിസിൻസ് റെപ്പർട്ടറി ടോട്ടാലിറ്റി. പക്ഷേ ലാക്കസിസ് ആണ് റെമഡി സെലക്ടഡ്. അതിന് ഞാൻ എക്സ്പ്ലനേഷൻ പറയുക തരാം. റീസൺസ്: ചിയർഫുൾ, ലോക്കാസിറ്റി, ലാഫിംഗ്, സില്ലി, വീപ്പിംഗ് ഡിസ്പോസിഷൻ. ഒന്നാമത്തെ ഇത് സെലക്ട് ചെയ്യാനുള്ളത്. 2, ഒബേസിറ്റി, ഓവേറിയൻ സിസ്റ്റ്, ഹെഡേക്ക്, അഗ്രവേഷൻ ബൈ മെൻസസ് ബിഫോർ, ഹോട്ട് പേഷ്യന്റ്, potency selection. Miasm is psychosis. Similarity is good. Suppression nil. General vitality good. Pathology degenerative cyst ovarian. Darkness is 0/3, 1 dose daily in view of pathology. അത് ഡിസോൾവ് ചെയ്തിട്ട് പല സ്മോളർ ഡോസസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്നസ് 0/3. Follow criteria: lumbar pain, protracted menses, headache, ovarian cyst, hypertension, overweight. അന്നേരം ഇങ്ങനെയാണ് മെഡിസിൻ കൊടുത്തത്. 7/8/2021 വന്നു ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. ലാക്കസിസ് 0/3, 1 ഡോസ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൊടുത്തു. ആദ്യത്തെ ദിവസം ഡിവൈഡഡ് ഡോസ് ആണ്, 1 ഡോസ്. പിന്നെ വന്നത് 8/9/2021. നമ്പർ പെയിൻ കുറഞ്ഞു, പ്ലോട്ട്സ് കുറച്ച് കുറഞ്ഞു. അപ്പോഴും ലാക്കസ് 0/3 1 ഡോസേ കൊടുത്തിട്ടുണ്ട് അന്ന്. പിന്നെ 7/10/2001 മെൻസസ് ആയി, ക്വാണ്ടിറ്റി ലെസ്, ഫ്ലോ റെഡ്യൂസ്ഡ്. അന്നേരം ലാക്കസിസ് 0/3 1 ഡോസ് കൊടുത്തു. 4/11/2021 കംപ്ലൈൻസ് ബെറ്റർ. ഹൈപ്പർ ടെൻഷൻ 140/92, അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. മെഡിസിൻ ഒന്നും കൊടുത്തില്ല. 6 പ്ലാസിബോയും കൊടുത്തോളൂ. 6/12/1 2021 6/12/21. Overall better, but blood pressure was 140/92. Ovarian cyst reduced. ഈ പ്രാവശ്യം ലാക്കസിസ് 0/3 1 ഡോസ് കൊടുത്തു. 2/1/22 ഓവറോൾ ബെറ്റർ, ബ്ലഡ് പ്രഷർ സെയിം. അപ്പോഴും ലാക്കസിസ് 0/3 1 ഡോസ് ഡിവൈഡഡ് ഡോസ് ആയിട്ട് പോകും. 3/2022 ബ്ലഡ് പ്രഷർ 140/90. അപ്പോഴും ലാക്കസിസ് 1 ഡോസേ കൊടുത്തോളൂ, അതും ഡിവൈഡഡ് ഡോസ് ആണ്. 6/3/2022 മച്ച് ബെറ്റർ, ബ്ലഡ് പ്രഷർ 136/90. ലാക്കസിസ് 0/3 തന്നെ കൊടുത്തു. 10/5/22 നോ സിസ്റ്റ് ഇൻ അൾട്രാസൗണ്ട്, ബ്ലഡ് പ്രഷർ 140/88 മില്ലിഗ്രാം. ഈ പ്രാവശ്യം സാക്ലാക്കെ കൊടുത്തോളൂ. 24/5/2022 നോ കംപ്ലൈൻസ് സാക്ലാക്ക്. ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു വിട്ടു. ഡിസ്കഷൻ: ദിസ് പേഷ്യന്റ് ഷോർട്ട് ആൻഡ് ഒബേസ് മേക്കപ്പ് വാസ് vividly expressing herself in verbal and non-verbal communication. Her non-verbal communication was, അതായത് ഓൺ ഒബ്സർവേഷൻ ആണ്, ലുക്കിംഗ് സ്ട്രേറ്റ് ഇൻ ദി ഫിസിഷ്യൻസ് ഐ. മുഖത്ത് നോക്കി, കണ്ണി നോക്കിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലിങ്കിങ് ഓഫ് ദി ഐസ്, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. എക്സസീവ് ലീനിങ് ഫോർവേഡ്, മുമ്പോട്ട് കുറച്ച് ചാഞ്ഞായിരുന്നു. മേക്കിംഗ് ലൈവ്ലി ഹെഡ് മൂവ്മെന്റ്സ് വിച്ച് വെയർ
synchronizing with her spoken words. Her language was out of proportion and it gives an silly laugh. ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയും കുറച്ചൊക്കെ സംസാരിക്കും, എന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ കക്കാന്ന് ചിരിക്കും. Even though she got the complaints of back going from right to left. ആദ്യമൊക്കെ അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവർ പറഞ്ഞെങ്കിലും പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാവുന്നുണ്ട്. ദി ടോട്ടാലിറ്റി മാച്ച് വെൽ വിത്ത് കാക്കസിസ് വിച്ച് ഈസ് ലോ. എൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് ആണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പിന്നെ പറഞ്ഞത്. അവർ ആദ്യം പറഞ്ഞപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ലോ ഫ്രീക്വന്റ് റെപ്പിറ്റേഷൻ, ലാക്കസിസ് 0/3 at bedtime, her lumbago and hypertension were better. The subsequent sonography reports indicates there was no ovarian cyst. ഇനി ഒരെണ്ണം കൂടെ എടുക്കാനുള്ള സമയമുണ്ടോ? ഉണ്ട് സാറേ. ഒരു ഷോർട്ട് കേസ് കൂടെ. ചിലത് 15-20 മിനിറ്റ് ഒക്കെ വേണം. എന്നാലും പിന്നെ ഡിസ്കഷന് സമയം കാണില്ല. ഒരെണ്ണം കൂടെ എടുക്കാം. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ അതോ സ്പീഡ് കൂടുതലാണോ? ഇല്ല സാറേ, മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഇത് കുറച്ചു നാളായി ഇങ്ങനത്തെ 1-2 കേസ് ഡീറ്റെയിൽസ് എടുത്തത് പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിന് ശരി. ഇനിയുള്ളത് ഒരു 2 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കേസാണ്. ഇത് ചില കേസുകളൊക്കെ ഞാൻ എൻ്റെ മൈ എക്സ്പീരിയൻസ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്ത് ചില കേസുകളൊക്കെ കാണാൻ ചെയ്യും. എന്നാലും അത് റിപ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കരുത്. പക്ഷെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 വയസ്സുള്ള ഒരു ഫീമെയിൽ ചൈൽഡാണ്. നമുക്ക് വയ്യെന്നിടാം. ഇതിൻ്റെ പ്രോബ്ലം 6 മാസമായിട്ട് റെസ്പിറേഷൻ ഡിഫിക്കൽട്ടാണ്. അതായത് വെള്ളം പോലെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ചീറ്റുക, ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് ഗ്രീനിഷ് ആണ് വരുന്നത്. ടൈക്ക് ഓഫ് ഇങ്ങനെ കുറുകുറുപ്പുണ്ട്, ബ്രെത്ത്ലെസ്നെസ്, ബീസിങ് ഉണ്ട്. അത് അഗ്രവേഷൻ ഏർലി മോർണിംഗ് 8 AM to 10 AM ആണ്. നടന്നാൽ കൂടും. അഗ്രവേഷൻ ബൈ സ്ലീപ്പ്, ആഫ്റ്റർ സ്ലീപ്പ്. അഗ്രവേഷൻ ബൈ ലൈൻ, കിടന്നാലും കൂടും. കോൺവോമിറ്റിംഗ്, ചില്ലുണ്ട്. ഈ സമയത്ത് തണുപ്പുണ്ട്, ദാഹമുണ്ട്. കുറേശ്ശെ വെള്ളം കുടിക്കുള്ളൂ. സ്മോളർ ഇൻ്റർവെൽസ് 2-3 സിപ്പ് വീതം കുടിക്കത്തുള്ളൂ. രക്തത്തിന് ആടാണ്. ഈ ആടിൻ്റെ ഒക്കെ കാഷ്ടം പോലെയാണ് വരുന്നത്. ദാഹം പറഞ്ഞല്ലോ, സ്മോൾ ക്വാണ്ടിറ്റി, സ്മോൾ ഇൻ്റർവെൽസ്. പാസ്റ്റ് ഹിസ്റ്ററി, ചൈൽഡ്ഹുഡിന് ന്യൂമോണിയ വന്നിട്ടുണ്ട്. അലോപ്പതി ട്രീറ്റ്മെന്റ് കൊണ്ടാണ് കുറഞ്ഞത്. ഫാമിലി ഹിസ്റ്ററി, അച്ഛൻ്റെ അമ്മയ്ക്ക് ട്യൂബർക്ലോസിസ് ഉണ്ട്, കൊറോണറി ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്, സർജറി, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. മദർ, അമ്മയുടെ അച്ഛന് പാരാലിസിസ് ഉണ്ട്. മദർ സൺബേൺ ഉണ്ട്, നീലത്ത് പോയ മേലെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞു കഴിക്കും. മറ്റേണങ്ങളിന് റീനൽ കാൽക്കുലയുണ്ട്. പേഷ്യന്റ് ആസ് എ പേഴ്സൺ, ഫിസിക്കൽ ഹോട്ടാണ്, തെർമൽ റിയാക്ഷൻ ഹോട്ട്, ഡിസീസ്, ആംബുഡ്, പണ്ടന്റ് ആൻഡ് സോവർ. അവേർഷൻ ടു സ്വീറ്റ്, ബിസ്ക്കറ്റിനോ ഒന്നും വലിയ ഇഷ്ടമില്ല. കുടിച്ചതൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഈ ചെറുനാരങ്ങ എടുത്ത് നാക്കും മുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ അവേർഷൻ ടു സ്വീറ്റ്സ്, ഇഷ്ടവും ഡിലേയില്ല. എല്ലാം സംസാരിക്കുന്നതും പല്ലു വന്നതും നീന്തി തുടങ്ങിയതും എല്ലാം ഡിലേയിലാണ്. ഇടത്ത് വശം സൈഡ് വെച്ചാണ് ഉറങ്ങുന്നത്. മെന്റൽസ്, ഇറിറ്റബിലിറ്റി, എപ്പോഴും കരഞ്ഞോണ്ടേ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. ഗ്രൈൻഡിങ് ഓഫ് ടീത്ത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല്ല് കടിച്ചോണ്ടിരിക്കും. ഞെറിഞ്ഞിറാം.
അഗ്രഷൻ, ഒബ്സ്റ്റിനേറ്റ് ഭയങ്കര നിർബന്ധമാണ്. ഞങ്ങൾ ഫിസിക്കൽ എക്സാമിനേഴ്സ് തോട്ടിലൊന്നും വലുതായിട്ടൊന്നും നോക്കിയിട്ട് കണ്ടില്ല. റെസ്പിറേഷൻ, മോണോസ്കൾട്ടേഷൻ, വീസിങ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് വെച്ച് നോക്കും. ഇൻവെസ്റ്റിഗേഷനിൽ ഡയഗ്നോസിസ്, നോസോളജി, ഇൻഫന്റൈൽ ആസ്മയാണ്, മിയാസ്മാറ്റിക്, സൈക്കോസിസ് ആൻഡ് സൈക്കോട്യൂബർക്കുലറാണ് മിയാസം. ബോഡി ലാംഗ്വേജ്, നോക്സ് ഹെഡ് അഗൈൻസ്റ്റ് ദി വാൾ, ഇടയ്ക്കിടയ്ക്ക് തല ദേഷ്യം വരുമ്പോൾ തല കൊണ്ടുവന്നിട്ട് ഭിത്തിക്കിട്ടിരിക്കുക. ഫ്രെഞ്ചിങ് ഈ എന്നേലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ ഇങ്ങനെ ക്ലിഞ്ചിങ് ആയിരിക്കും. ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്കത്തിന് ഈ പല്ലുകടി ഉണ്ട്, അല്ലാത്തപ്പോഴും ചിലപ്പോൾ പല്ലുകടിക്കും. ബൈറ്റിംഗ് ദി മദർ ഈ കോൺട്രഡിക്റ്റഡ്, എന്നേലും അമ്മ വല്ലതും ദേഷ്യപ്പെടുകയാണെ അത് ഇത് ചെയ്യുന്നെന്ന് പറയുകയാണെങ്കിൽ അന്നേരം അമ്മയ്ക്കിട്ട് കയറി കാണിക്കും. റോബ്രിക്, കർട്ടായി, പ്രോപ്പി, aggravation night, midnight after, desire sour acid, aversion to sweet, irritability, children in grinding teeth during sleep, obstinate. ഇത്രയാണ് റൂബ്രിക്സ്. ഇനി പ്രിസ്ക്രൈം ടോട്ടാലിറ്റി, ഒബ്സ്റ്റിനേറ്റ്, ടെമ്പർ ടാൻട്രം, ബൈറ്റിംഗ്, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് മെന്റൽ സിംറ്റംസ്. ഫിസിക്കൽ ജനറൽസ്, ഡിസീസ്, വാം ഫുഡ്, പഞ്ചൻറ്റ്, സോർ, അവേർഷൻ ടു സീഡ്സ്. ഫിസിക്കൽ ജനറൽസ്. പർട്ടിക്കുലേഴ്സ്, കാഫ്, ക്രൂറ എന്നുള്ള കാഫ്, മിഡ് നൈറ്റ് ആഫ്റ്റർ, സ്റ്റൂള്, മോഷൻ, ഷീപ്പ് ഡങ് ലൈക്ക്, അതായത് ആട്ടുംകാട്ടം പോലെയുള്ള, ഡിസ്കിനിയ, അഗ്രവേഷൻ ബൈ ലൈ, കിടക്കുമ്പം ശ്വാസം മുട്ടൽ, കാഫ് ഈസ് ട്രൈ, ഡിസയർ, sour, biting, and there is angry, obstinate, irritable. ഉത്തരവാണ് വെച്ചിട്ടാണ് പ്രിസ്ക്രൈബ്. അക്യൂട്ട് റെമഡി ആയിട്ട് കൊടുത്തത് ആർസനിക് കാപ്പാണ്. കാപ്പ അഗ്രവേഷൻ ആഫ്റ്റർ മിഡ് നൈറ്റ്, പൊട്ടൻസി സെലക്ഷൻ, റേറ്റഡ് ഹൈ, സെൻസിറ്റിവിറ്റി ഹൈ, മിയാസം സൈക്കോട്ടിക്, Similarity good, suppression nil, general vitality good. അടുത്ത റെപ്പറ്റൈസേഷൻ ഉള്ള ലാക്കസിസ് 0/6 ആണ് സെലക്ട് ചെയ്തത്. അത് പറയാം, അടുത്തത് പറയുന്നുണ്ട്. ഫോളോ ക്രൈറ്റീരിയ, കൊറൈസ, കഫ്, ബീസിൻ, ഡിസ്കിനിയ, കോൺസ്റ്റിപ്പേഷൻ, ആങ്കർ, ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് ഡ്യൂറിങ്. ഫോളോ അപ്പ് ഇങ്ങനെയാണ്. 25/4/2022 ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ, ലാക്കസിസ് വണ്ണമല്ല 0/6 സിംഗിൾ ഡോസ്. 10/5/2 ഇതുകൊണ്ട് കൊറൈസ 1+, കഫ് ടൊമ 1+, പക്ഷെ ശ്വാസം മുട്ടൽ കുറഞ്ഞു, സാക്ലാക്കെ കൊടുത്തുള്ളൂ. 30/6/22 understood but respiratory symptoms less. ആട്ടിൻകാട്ടം പോലെയുള്ള സ്റ്റൂൾ അതുപോലെ തന്നെയുണ്ട്, പക്ഷേ ഈ ശ്വാസമുട്ടൽ കുറച്ച് കുറവുണ്ട്. 1/8/22 അത് വാട്ടറി കഫ്, വീസിങ്, ശകലമുണ്ട്, മിഡ് നൈറ്റ് ആഫ്റ്റർ ആണ്. ഈ പ്രാവശ്യം കൊടുത്ത് ആർസനിക് ആൽബ് 0/3 കൊടുത്തത്. വരുമ്പം മാത്രം കൊടുത്താൽ മതി എന്ന് പറയും. If there is wheezing and cough, കൊറൈസ, ആർസനിക് ആൽബ്. 8/8/2 now to give a chronic constitutional remedy, that is Lacasis 0/6. പിന്നെ വന്നത് 4/9/2 സ്റ്റൂൾ ഹാർഡ്, റെസ്പിറേറ്ററി സിംറ്റംസ് ബെറ്റർ, ലാക്ക് മാത്രം കൊടുത്തു. 6/10 വന്നു ബെറ്റർ, ആസ്മ. 10/11/22 ബെറ്റർ, സാക്ലാക്ക്. 15/12 മച്ച് ബെറ്റർ, സാക്ലാക്ക്. ബട്ട് 20/1 ആസ്മ വീണ്ടും വന്നു 21-ാം തീയതി. കാരണം ഞാൻ കണ്ടെടുത്തോളുമ്പോൾ ഈ ജനുവരി ഡിസംബറിൽ തണുപ്പ് കൂടുമ്പോൾ നമ്മൾ കുറഞ്ഞെന്ന് വിചാരിക്കും,
പക്ഷേ വീണ്ടും വരും. അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് കേസുകൾ ആസ്മയുടെയും ചുമയും ഒക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് ഇച്ചിരി കൂടുതലായിട്ട് വരും. അത് സീസണിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് അമാവാസി ദിവസങ്ങളിൽ നൈറ്റുകളിൽ കൂടുതൽ കാണാറുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 20 ആസ്മ അറ്റാക്ക് വന്നു. അത് 20/1/2023 വന്നു. ആഴ്സനിക് കാർഡ് കൊടുത്തു. 0/6 ആണ് ഡിവൈഡഡ് ഡോസ്. 24/2 വന്നു. എന്നാലും ഈ ആസ്മയും ബാക്കി ഒന്നുമില്ല. എങ്കിലും പഴയതിൻ്റെ ഇതായിട്ട് ലാക്കസിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനായിട്ട് തോന്നിയതുകൊണ്ട് ലാക്കസിസ് 0/6 1 ഡോസ് ഡിവൈഡഡ് കൊടുക്കും. 15/3 വന്നപ്പം ഒരു കംപ്ലൈൻറ്റും ഇല്ല. അബ്സല്യൂട്ട്ലി നോർമൽ. ഇഫ് ദർ ഈസ് എനി നീഡ് ഇന്നും വന്നാൽ വരാൻ പറഞ്ഞ് പേഷ്യന്റിനെ പറഞ്ഞു വിട്ടു. ഡിസ്കഷൻ ഇത് ഈ കേസില് അമ്മ തന്ന വിവരമാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ അമ്മയെ ക്ലിങ്കി ചെയ്യുകയും അതായത് വേറൊരു ബ്രദറോടുണ്ട് അതിനെക്കാട്ടി മൂത്തത്, അതിനോട് ഭയങ്കര ജലസ്യാണ്. അവനെ ശ്രദ്ധിക്കുന്നത് ഈ കൊച്ചിന് ഇഷ്ടമല്ല. അടുത്തെങ്ങാനും കിട്ടിയാൽ നല്ല ഇടി വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ വണ്ടവാനം വഴക്ക് പറയും. ക്രൈം വാസ് ഡെഫിനറ്റ്ലി വെരി ഇറിറ്റേറ്റിംഗ് ആൻഡ് ലൗഡ്. ഭയങ്കരമായിട്ട് കരഞ്ഞു കളയും. പിന്നെ ദേഷ്യം വരുമ്പോൾ ഈ പിന്നെ കൈ കെട്ടുന്നതുകൊണ്ട് തലക്കിട്ടടിക്കുകയോ അല്ലെങ്കിൽ ഗോളിനിട്ടടിക്കുകയോ ചെയ്യും. അങ്ങനെ അമ്മയുടെ കയ്യിലൊക്കെ പല കടിച്ച പാടുകളുണ്ട്. കൊച്ചിന് ദേഷ്യം വരുമ്പം കടിച്ച പാട് പലയിടത്തും കയ്യേൽ കാണും. കൊച്ചിന് അരിശം വരുമ്പോൾ അമ്മയെ കടിക്കും. പിന്നെ ഉറക്കത്ത് ഈ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത്, ഇതാണ് ലാക്കസിസ് സെലക്ട് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ സെലക്ട് ചെയ്യാനുള്ള കാര്യം. ആഴ്സനിക് കാർബ് ഒരു അക്യൂട്ട് മെഡിസിനായിട്ടാണ് കൊടുത്തത്. എന്തായാലും കംപ്ലീറ്റ് തീർത്തും മാറി. ഇനി ഒരു കേസ് എടുക്കണമെങ്കിൽ എങ്ങനെയാണ് 25 മിനിറ്റ്, അതിനുള്ള സമയമില്ല. അതുകൊണ്ട് അടുത്ത ദിവസം എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ഇനി ഇതുപോലുള്ള കേസുകൾ എടുക്കാം. അപ്പം ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനോ സംശയം ഉണ്ടെങ്കിലോ ചോദിക്കാം. 10 മിനിറ്റോടുകൊണ്ട് 10 മിനിറ്റ് അല്ലേ? ഇനി 10 മിനിറ്റ് ഉണ്ട് നമുക്ക്. അതാ പറഞ്ഞെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു കേസ് എടുക്കുകയാണെങ്കിൽ സമയം തികയില്ല. 20 മിനിറ്റ് 30 മിനിറ്റ് എടുക്കും. നമുക്ക് 3 കേസ് നമുക്ക് പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സാറിന് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ ഹാൻഡ് റൈസ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും ചേർക്കാം. ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ചിലപ്പോൾ നമ്മളെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടായിരിക്കും. അങ്ങനെയുണ്ട്. അവരുടെ അത് നമുക്ക് അങ്ങനെയല്ലേ പഠിക്കുന്നത്. 21 പേരേ ഉള്ളൂ. ഡോക്ടറെ, എക്സ്പീരിയൻസ് സാറല്ല, നമ്മുടെ അടുത്ത 28-ാം തീയതി പ്രോഗ്രാമിനെ കുറിച്ച് സാർ ഉൾപ്പെടെ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്യാനുണ്ട്. ദയവായിട്ട് എനിക്ക് തീരെ സുഖമില്ല. എനിക്ക് യാത്ര ഞാൻ വരികയില്ല. ഇനി അഥവാ രജിസ്റ്റർ ചെയ്താലും എനിക്ക് വരാൻ പറ്റിയല്ല. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ടേക്കണം സാറേ. അപ്പോഴ 1 മാസം ഉണ്ടല്ലോ, അപ്പോഴത്തെ സാഹചര്യം പോലെ ചെയ്യാം. പരമാവധി രജിസ്റ്റർ ചെയ്യണം. ഒരുപാട് പേര് ഉണ്ട്. ഈ പ്രാവശ്യത്തെ ഭയങ്കര ആളായിരിക്കും, നോക്കൂ. കാരണം എന്നാണെന്ന് അറിയാവോ? ഒക്കെ ആള് വരും. എന്തായാലും നാഷണലും ഇന്റർനാഷണലും ആയില്ലേ. ശ്രമിച്ചാൽ വെളിയിൽ നിന്നും ആള് വരും. എന്തായാലും വളരെ എക്സ്പെൻസീവ് ആയ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞ് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളീ പറഞ്ഞ 5 വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. എങ്ങനെയാണെന്ന് പലരും ചിന്തിക്കാനുണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാവധി പേര് ഇതിൽ രജിസ്റ്റർ ചെയ്യുക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അത് പറയാനാണ് മൈക്ക് ഓൺ ചെയ്തത്. ഓക്കെ, നന്ദി ഡോക്ടറെ. ആർക്കെങ്കിലും എന്തെങ്കിലും സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ടോ?
ഒരു കാര്യം കൂടെ, ഈ റേറ്റ് അതിന്റെ ഡേറ്റ് 15-ാം തീയതി കട്ട് ഔട്ട് വെച്ചിട്ട് 31-ാം തീയതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 31 വരെ 3000 ആണ് അതിന്റെ റേറ്റ് മാറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, 3000 പിന്നെ കൂടെ വരുന്നവർക്ക് 2000. 2000. അതെ അതെ അതെ. കാരണം വേറെ ഒന്നുമല്ല, ഹോട്ടലുണ്ട്, എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാണ് അത്ര റേറ്റ് വന്നത്. 5 സ്റ്റാർ ഹോട്ടലല്ലേ. ഹോമിയോപ്പതി ഒരിക്കലും പുറമോട്ട് പോകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ നമ്പർ 1 ആകാൻ നമ്മൾ അതും ചെയ്യണം. അതിനുവേണ്ടി അങ്ങനെ ചെയ്തത്. ആർക്കെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. എന്തെങ്കിലും ഞാൻ ഷോർട്ട് കേസും ഒക്കെ എൻ്റെ ഈ കുറവാണ്. എല്ലാം ഈ ഇന്ന് എടുത്തതെല്ലാം റോങ് കേസസാണ്. അത് പറയാൻ പറ്റിയത് ചെറിയ ചെറിയ കേസുകളല്ല, വലിയ കേസുകൾ. അത് റെപ്പർട്ടൈസേഷൻ ഒക്കെ ചെയ്ത് സിംറ്റംസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ അനലൈസ് ആൻഡ് എവാലുവേഷൻ ചെയ്ത കേസുകൾ. അപ്പൊ നാളെ മലയാള സെക്ഷനിൽ രോഗികളുടെ ഹോമിയോപ്പതി എന്റെ അനുഭവത്തിൽ എന്നുള്ളൊരു സെക്ഷനാണ്. അപ്പൊ തുടക്കത്തിൽ 4 പേഷ്യന്റ് ബൈസ്റ്റാൻഡേഴ്സ് വളരെ ക്രോണിക് ആയിട്ടുള്ള ഗുരുതരമായ രോഗം ബാധിച്ച് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട കാര്യമാണ് നാളെ പറയുന്നത്. താമസിയാതെ അതിനകത്ത് പ്രമുഖരായ വ്യക്തികളെ കൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹോമിയോപ്പതി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഡോക്ടർമാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവസ്ഥർ പറയണം. നമ്മുടെ സഹസ്ര 1000 ദിവസ പരിപാടി അൽഫോൺസ്, നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ നമുക്കൊന്ന് ഉപദേശം അതാണ്. ഈ സാക്ഷ്യം പറയൽ പോലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് അനുഭവങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴാണ് ഹോമിയോപ്പതി കൂടുതൽ ക്രെഡിബിലിറ്റിയും സാധ്യതയും വരുന്നത്. ഇപ്പൊ ദയവായിട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നമ്മളിപ്പോ ചെയ്യുകയാണ്. അപ്പൊ നാളെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. രാത്രി 9:30. ആരാ ഫാക്കൽറ്റി? ആരാ സാറേ, അനുഭവങ്ങൾ പങ്കുവെക്കണം. അത്രേ ഉള്ളൂ. ഫാക്കൽറ്റി അല്ല, രോഗികൾ വന്ന് പറയുകയാണല്ലേ. അതെ, അത് അവരാണ് ബൈസ്റ്റാൻഡർ. കാരണം അത്രയും ബിന്ദു ബിആറിന്റെ, നേമത്തെ ഡോക്ടർ ബിന്ദു ബിആറിന്റെ കേസ് 4 കേസ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നാളെ വരുന്നതായിരിക്കും. ഏത് നിയമത്തെ? അതെ അതെ. ഇത് എന്തിനാണെന്ന് വെച്ചാല് സ്വകാര്യ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കൂടെ എല്ലാവരും ഓർക്കുക. എന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും പറയാനുണ്ടോ? മനോജ് ഡോക്ടർ പറഞ്ഞ കാര്യത്തിലും എല്ലാം, നമ്മുടെ 5 വർഷത്തിന്റെ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാം. ഏലിയാമ്മ ജോർജ് ഡോക്ടർ ചോദിക്കുന്നോ? ഹരിഹരൻ സാർ ഉണ്ടല്ലോ. എല്ലാവർക്കും എല്ലാം മനസ്സിലായി, ആർക്കും സംശയമില്ല. അല്ലെ സാറ് നല്ലപോലെ വിശദീകരിച്ച് പറഞ്ഞല്ലോ സാറേ. സാറ് ഈ 0/3 0/6 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? ഈ കേസുകളല്ല. ഞാൻ അല്ലാതെ ഉപയോഗിച്ച കേസുകളൊക്കെ ആദ്യമൊക്കെ ഇതൊന്നും അത്രയും ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇടയ്ക്ക്, അതായത് ഗവൺമെന്റിന് അന്ന് 0/50 മില്ലിസ്മെൽ പൊട്ടൻസി ഇതില്ലായിരുന്നു. അന്നേരം ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസ് ഞാൻ മെയിൻ ഉപയോഗിക്കുന്ന ഇതാണ്. കാരണം ഇത് എനിക്ക് ഏറ്റവും ഞാൻ കണ്ടത്, അതായത് 1975 എനിക്കൊരു അവസരം കിട്ടി. പട്ടേൽ സാറിൻ്റെ അസിസ്റ്റൻസ് ഇല്ലാവുന്നപ്പം എന്നോട് ചോദിച്ചു, അവിടെ വരാമോ എന്ന് ചോദിച്ചു. ഞാനൊരു ഏകദേശം 1.5 മാസം ഞാൻ പട്ടേൽ സാറിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തു. അന്നേരം പട്ടേൽ സാർ ചോദിച്ചു, വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യു ക്യാൻ പ്രൊവൈഡ് മീ ദാറ്റ് യുവർ എക്സ്പീരിയൻസ്. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും ദിവസത്തെ കേസൊന്ന് കണ്ടാക്കൊള്ളാം. പുള്ളി അന്നേരം കൊടുത്തത് മുഴുവൻ ഈ 0/3 0/6 അന്ന് മുതൽ ഞാൻ പലപ്പോഴും എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസിൽ മുഴുവൻ ഞാൻ 0/3 0/6 കൂടുതൽ ഉപയോഗിച്ചു. മറ്റേ ഇല്ലെങ്കിൽ മാത്രമേ 13-200 ഒക്കെ ഉപയോഗിക്കുള്ളൂ. അല്ലാതെ ഇതാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഗവൺമെന്റിന് അതിന് സപ്ലൈ ഇല്ലാഞ്ഞുകൊണ്ട് മറ്റേത് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേതിനും ആക്ഷൻ ഇല്ലാഴിയില്ല. പക്ഷെ ഇത് കുറച്ചുകൂടെ എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത്. അതെ, പലപ്പോഴും ഈ സ്കിൻ ഡിസീസുകൾ അങ്ങനത്തെ ഒരുപാട് കേസുകൾ അത്ഭുതകരമായ രീതിയിലാണ് ഈ 50 മില്ലിസ്മെൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. വളരെ നല്ല എഫക്റ്റീവ് ആണത്.
പിന്നെ അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ ഹനുമാൻ എന്തുകൊണ്ടാണ് ഇതിനെ ഈ മിനിമം ഡോസിനെ കുറിച്ച് ഇത്രയധികം സ്ട്രെസ് ചെയ്യുന്നുള്ള മനസ്സിലാകും. നമ്മൾ ഈ 50 മില്ലിസ് മറ്റേ പൊട്ടൻസിൽ കൂടെ മാറി കഴിയുമ്പോഴത്തേക്ക് മിനിമം അഗ്രവേഷൻ ഉണ്ടാകും എന്നുള്ളത് അതൊരു ഹോമിയോപ്പതിയുടെ ഒന്നുകൂടെ ഒരു ഫർദറായിട്ട് എൻഹാൻസ് ചെയ്യുന്നല്ലേ സാറേ, അല്ലേ? അതെ, തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം എഫക്റ്റീവാണ്. അത് തന്നെയല്ല, എന്നെക്കൂട്ട് വിത്തിരിക്കുന്ന വേറെ പല ഡോക്ടർമാരും അത് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് അനുഭവമുള്ളതാണ്. അത് ഇപ്പം അത് തന്നെയല്ല, ഈ വടക്കേന്ത്യ പ്രത്യേകിച്ച് ഈ കൽക്കട്ടയിലുള്ള പല ഡോക്ടർമാരും ഇപ്പം 50 മില്ലിസ്മെൻ പൊട്ടൻസിയ ഉപയോഗിക്കുന്നു. പലരും ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർക്കെല്ലാം നല്ല റിസൾട്ടാണ്. കാരണം അഗ്രവേഷൻ ഉണ്ടാകത്തില്ല. പിന്നെ മറ്റേത് ഒരു മാസം എടുക്കുമെങ്കിൽ ഇത് ഒരു വർഷം എടുക്കുമെങ്കിൽ ഇത് ഒരു മാസം മതി. ഒരു മാസം മതിയെങ്കിൽ ഒരാഴ്ച കൊണ്ട് പറയും. ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പറയും. ഒരു ദിവസം കൊണ്ട് പറയും, 8 മണിക്കൂർ കൊണ്ട് പറയും. പിന്നെ വൈ വി കോണ്ട് യൂസ് ദിസ് പൊട്ടൻസി ലുക്കാണ് അത്. എങ്ങനെയാണ്, വെള്ളത്തിൽ അലിയിച്ചാണോ അതോ ഡ്രൈ ആയിട്ടാണോ? ഞാൻ ഒരു ഡോസ് എടുത്തിട്ട് ബോട്ട് ഒരു 30 to 60 ml വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് എടുത്തിട്ട് ഓരോ സ്പൂൺ വീതം കഴിക്കാൻ പറയും. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കണ്ട. പിന്നെ എത്ര ഗ്യാപ്പില് സാറേ? അത് ഡിപ്പെൻഡ് അപ്പോൺ ടു ദി ഇന്റൻസിറ്റി ഓഫ് ദി ഡിസീസ് ആൻഡ് ക്രോണിസിറ്റി ഓഫ് ദി ഡിസീസ്. അത് നമുക്ക് അക്യൂട്ടിലാണോ ക്രോണിക്കിലാണോ സാറേ പറഞ്ഞത്? അക്യൂട്ടിലാ പറഞ്ഞത്. അക്യൂട്ട് ഞാൻ അരമണിക്കൂർ 10 മിനിറ്റ് 15 മിനിറ്റ് ഇടയിട്ട് കഴിക്കാൻ പറയും. സബ് അക്യൂട്ടില് ഒരു 2 hours 1 hour 2 hours. ക്രോണിക്കലാണെങ്കിൽ TDS ഓഫ് വീഡിയോ കൊടുക്കും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കണ്ടെന്ന് പറയും. പിന്നെയും വന്നാൽ പിന്നെയും കഴിക്കാൻ പറയും. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. സാർ ഒരു ഡോസേ കൊടുത്തു വിടുള്ളൂ, ഒറ്റ ഡോസ്? ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഓൺലൈൻ ട്രീറ്റ്മെന്റ് അല്ലേ, ഓൺലൈനാണ്. ഓഫ്ലൈൻ കുറവാണ്. ഓഫ്ലൈനാണ് ഞാൻ ഇവിടുന്ന് തന്നെ കൊടുത്തു വിടും. അതായത് ഈ ഡിസ്റ്റ് വാട്ടർ ഡിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ആൽക്കഹോളിലൂടെ മിക്സ് ചെയ്തിട്ട് അത് കൊടുത്തു വിടും. പിന്നെ അന്നേരം പേഷ്യൻ്റ് വരാൻ തക്ക ദൂരവും കാണുള്ളൂ. അല്ലാത്തവർക്ക് ഞാനിത് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഇന്നോട്ട് ചെയ്യാൻ പറയും. അവർ കഴിക്കുമ്പോൾ കുറവ് കഴിഞ്ഞാൽ നിർത്തിയേക്കാൻ പറയും. ചോദിക്കാൻ ഞാൻ പേര് എഴുതി കൊടുക്കുകയില്ല. 1 2 3 4 എന്ന നമ്പർ ഇട്ട് കൊടുക്കും. മനസ്സിലായോ? അന്നേരം അവർക്കറിയത്തില്ല അതിൻ്റെ അകത്ത് ഏതാ മെഡിസിൻ ഉണ്ടോ. അത് ഫാർമസി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. 1 2 3 4 5 6 7 8 അങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു 10 15 നമ്പർ. നമ്മൾക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് വരും. അവരിതൊന്നും നോക്കുകയില്ല, അവർ മേടിക്കും. മിക്കവാറും എൻ്റെ പേഷ്യൻസിൻ്റെ ഒക്കെ വീട്ടിൽ ഒരു 10 15 20 മെഡിസിൻ എപ്പോഴും നമ്പറായിരിക്കും എന്നുള്ളത്. അതൊരു നമ്പരാ. അതെ, നന്ദി സാർ. ഏതായാലും നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞു. സാറിന് നന്ദി പറയുന്നതിന് മനോജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീധരക്കുറുപ്പ് സാറിന് ഏതെല്ലാം ആംഗിളിൽ നന്ദി പറയണമെന്ന് ആലോചിക്കുന്നത്. സാറ് പറഞ്ഞല്ലോ മനസ്സിലാക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല, സാറ് എങ്ങനെയാണ് ഇത് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലും പ്രായത്തിലും ഇത്രയും ഒരു എന്നെ വയസ്സനാക്കി ഞാൻ വയസ്സനായി പോയി. ഞാനൊരു വല്യമ്മയോട് ഒരിക്കൽ ചോദിച്ച മാതിരി എൻ്റെ കൂടെ മരുന്ന് മേടിക്കാൻ വന്ന്, ഒരു 85 വയസ്സുള്ള. അന്നേരം വല്യമ്മ പറഞ്ഞ, ഐ ആം നോട്ട് സോ മച്ച് ഓൾഡ് ബട്ട് ഐ എം നോട്ട് സോ മച്ച് യങ് എന്ന് പറഞ്ഞ ഒരു രീതിയാണ്. ഐ ആം നോട്ട് സോ ഓൾഡ്, ഐ എം നോട്ട് സോ മച്ച് യങ്, ദാറ്റ് ഈസ് ഓൾ. അപ്പോൾ അത്ഭുതമായിരിക്കുന്ന ശ്രീധരക്കുറുപ്പ് സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി മനോജ് ഡോക്ടർ. ഗുഡ് നൈറ്റ്. ഇന്ന് നമുക്ക് 3 കേസ് വളരെ വിശദമായി പറഞ്ഞു തന്ന ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും നമ്മുടെ 5 വർഷത്തെ ഈ സെലിബ്രേഷന് വേണ്ടി എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1811 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭ